ഇന്നത്തെ പരിപാടി തെരണ്ടി കറി വയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു 75 കിലോ ഉള്ള ഒരു തെരണ്ടിയാണ്. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കറി വെച്ച് നമുക്ക് എടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. സെൻറ്ററിപ്പ് പൊളിക്കണില്ല, സൈഡിൽ ഇറച്ചൊക്കെ ആദ്യം മാറ്റാം. രണ്ട് മൂന്ന് തവണ നല്ല മൂന്ന് കഴുകണം. ഈ ബ്ലഡ് നമ്മുടെ വാളംപുളിയാണത്, നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിന് ഇത് നമുക്കിതിൽ ഒഴിക്കാമല്ലോ. ഇത് നമുക്കിതിൽ വീണ്ടും ഒഴിച്ച് വയ്ക്കാം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ ഉണ്ടാക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് മുളക് പൊടി. നമ്മളിതിൽ കുറച്ച് മീൻ നമ്മൾ മാറ്റി വറുക്കാനായിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകം പൊടിച്ചത്, കുറച്ച് പെരുംജീരകം പൊടിച്ചത്, ഉപ്പ്, കല്ലുപ്പാണ്. ഇതിങ്ങനെ ഊറാൻ വയ്ക്കാം നമ്മൾ. ഈ മസാലയൊക്കെ പുളിയും ഉള്ളി നല്ലോണം ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, നമ്മുടെ ഉള്ളിയും ഇതൊക്കെ മൂത്ത് കൊടുക്കുന്നത്. കുറച്ച് തക്കാളി ഇടാം. തക്കാളി നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പൊളി സംഭവം. ഇത് നമുക്കൊരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ രുചി. നമുക്ക് എണ്ണ ചൂടായി. ഒരുപാട് ചൂടായ പ്രശ്നമാണ്. മതി. നമ്മൾ തെരണ്ടി കറി. എന്താ കറി? ഒരു പപ്പടം വെച്ച് കൊടുക്കാം. ഒരു അച്ചാറിന് കുറവാണ്, ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ട് നോക്കാം. ആ ചോറ് നല്ല പൂ പോലെ വെന്തുട്ടാ. കറി സൂപ്പർ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? തെരണ്ടി കറി പറയുന്നത് ഒന്നൊന്നര സംഭവമാണ്. തെരണ്ടി വറുത്തരച്ചും ചെയ്യാം. നമ്മൾ ഈ തമിഴ്നാട് പിന്നെ നമ്മുടെ നാട്ടിലെ സ്റ്റൈലാണ് ചെയ്യാം. നീ വറുത്ത് രക്ഷയില്ലാട്ടാ.